അമ്മ വണക്കം. പ്യാരി ഉണ്ടല്ലോ അല്ലേ? ആ കയറിയിരിക്കെ. ഓ വട. சுப்பிரமணி, அவர் டீ வேணுமா பால் வேணுமான்னு கேட்டால் வேணான்னு சொல்லிடணும் என்ன? ஆ என்ன പ്യാരി? ആ സുഖം. നീ சொன்ன കറക്റ്റ് ടൈമിൽ ഞാൻ വന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ഒന്നും വേണ്ട. അത് പ്യാരി ഒന്നും മനസ്സിൽ വെച്ചിരിക്ക കൂടാതെ, ഞാൻ തിങ്കളാഴ്ച വന്നപ്പോൾ നിങ്ങൾ ഡിഡിന് കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് കുറേ പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ കടവുൾ മാതിരി ആവശ്യത്തിന് കാശ് തന്ന ആൾ എന്നൊക്കെ പറയും. ഒരു 4 പ്രാവശ്യം പലിശ തരുമ്പോൾ അവർ പറയും ഇതാ കണ്ടോ ഞങ്ങൾ കവൻ തിന്നണവൻ പലിശ തിന്നണവൻ അവൻ മുടിഞ്ഞു പോകുന്നു ഞങ്ങളെ പ്രാഗിയിട്ടേ ഇരിക്കും. അയ്യോ അണ്ണാ, ഞങ്ങൾ അങ്ങനെയൊന്നും പറയൂല. അല്ല നിങ്ങളങ്ങനല്ല, ഞാൻ പൊതുവെ ആളുങ്ങൾ சொல்றது. അല്ല, നമ്മുടെ ഒരു ഉപകാര സമയത്ത് അണ്ണൻ പൈസ തന്നാണ്, അതിന് നന്ദിയുണ്ട്. சரி, ஏதோ புண்ணியத்தில் எல்லாம் நல்லபடியாக நடந்துச்சு. அந்த காசை எடுத்துட்டு வாங்க போறோம். അതെ അണ്ണാ, ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. അന്ന് തരാൻ വേണ്ടിയിട്ട് ഇവളുടെ ആങ്ങളെ എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു തന്നു ബാങ്കിൽ. അപ്പം ഇന്നൊക്കെ അത് തരാൻ കരുതിയിരുന്നാണ്, അതാണ് വിളിച്ച് വരാൻ പറഞ്ഞത്. പക്ഷെ ആ പൈസ വിഡ്രോ ചെയ്യാൻ ബാങ്കിൽ ചെന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അന്ന് ഞാൻ പറ്റിക്കുകയല്ല, നമുക്ക് വേണേൽ ബാങ്കിൽ പോയാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബാലൻസ് 1 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഒന്നും അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് കിട്ടി അപ്പം തന്നെ ഞാൻ അണ്ണന് എടുത്ത് തന്നോളാം. ഇത് നുണയല്ല. நான் என்ன முட்டாள நினைச்சல? நீ காசு எடுத்துட்டு வாடா. കാശില്ല. என்ன காசு இல்ல? வாங்கின பணம் திருப்பி தரதுக்கு வக்கில்லானா ஆரேவது போய் சௌரன் சீராவது பணம் வாங்கிட்டு வாடா. இங்க பாரு, ஆம்பளை இருந்தா பண்ண